പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, ഇന്ന് ജൂലൈ 20 ഇന്ന് പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ചിന്തിക്കുവാനായിട്ട് കിട്ടിയിരിക്കുന്ന ദൈവവചനം പരിശുദ്ധനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 10 വരെയുള്ള വചനങ്ങളാണ്. അവിടെ ഇങ്ങനെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടിരിക്കുന്നു: വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. അത് പ്രവൃത്തികളുടെ ഫലമല്ല, തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. അത് പ്രവൃത്തികളുടെ ഫലമല്ല, തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. നാം ദൈവത്തിൻ്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സത്പ്രവൃത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. നാം ദൈവത്തിൻ്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സത്പ്രവൃത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഈ വചനം നമ്മൾ ആഴമായി ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ചില സത്യങ്ങളുണ്ട്. അതിലൊന്ന് ദൈവത്തിൻ്റെ രക്ഷയെക്കുറിച്ചാണ്. നമുക്ക് നൽകപ്പെട്ടതായ, ലഭിക്കപ്പെട്ടതായ രക്ഷ എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ കൃപയാലാണ് നമുക്ക് നൽകപ്പെട്ടതെന്ന് നാം തിരിച്ചറിയണം. വിശ്വാസത്താൽ ദൈവകൃപയിലാണ് നാം ഓരോരുത്തരും രക്ഷയുടെ അനുഭവത്തിലേക്ക് വിളിക്കപ്പെട്ടത്. വീണ്ടും വളരെ ശക്തമായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്: അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. മറ്റു പല വസ്തുക്കളും ഈ ലോകത്ത് നമ്മൾ നമ്മുടെ പ്രയത്നങ്ങൾ കൊണ്ട് നേടിയെടുക്കുന്നത് പോലെ നിങ്ങൾ നേടിയെടുത്തതല്ല ഈ രക്ഷ എന്ന് പറയുന്ന ദൈവികമായ വലിയ പദ്ധതി. അത് ദൈവത്തിൻ്റെ ദാനമാണെന്ന് നാം മറന്നു പോകരുത്. വീണ്ടും വചനം പരിശുദ്ധാത്മാവിലൂടെ നമ്മൾ വെളിപ്പെടുത്തി തരുന്നത് അത് പ്രവൃത്തികളുടെ ഫലമല്ല, തന്മൂലം ആരും അഹങ്കരിക്കേണ്ടതായിട്ടില്ല. അതായത് ദൈവത്തിൻ്റെ രക്ഷ, ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് നൽകപ്പെട്ടതായ ദൈവികമായ രക്ഷ, അത് നമ്മുടെ പ്രവൃത്തികളുടെ ഫലമായിട്ട് നമുക്ക് ലഭിച്ചതല്ല. അതുകൊണ്ട് നിങ്ങളാരും അഹങ്കരിക്കേണ്ടതായിട്ടില്ല. നിങ്ങളുടെ എന്തെങ്കിലും പ്രത്യേക കഴിവുകൊണ്ടോ പ്രവൃത്തിയുടെ ഫലമായിട്ടോ ലഭിച്ചതല്ല ദൈവികമായ രക്ഷ എന്നുള്ളത്. പിന്നെയും പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരുന്നത് നാം ദൈവത്തിൻ്റെ കരവേലയാണ്. നാം ദൈവത്തിൻ്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി നിശ്ചയിച്ച സൽപ്രവൃത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. എത്രയോ ശക്തമായ, എത്രയോ ഷുവർട്ടി ഉള്ളതായ ഒരു വചനമാണത്. അതായത് നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കി വച്ചിരിക്കുന്ന ചില സൽപ്രവൃത്തികൾക്ക് വേണ്ടി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. എത്ര വലിയ ഭാഗ്യമാണ് നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. നാം ഒരു സാധാരണ സൃഷ്ടി മാത്രമല്ല, എന്നാൽ ദൈവത്തിൻ്റെ കരങ്ങളാൽ, ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാൻ യേശുക്രിസ്തു സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഈ വചനം നമ്മൾ ആഴമായി പഠിക്കുകയും മനസ്സിലാക്കുകയും മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കുകയും ചെയ്തുകൊണ്ട് ദൈവത്തിൽ നിന്ന് കിട്ടിയ ദാനങ്ങൾ മറ്റുള്ളവർക്ക് ദാനമായി കൊടുക്കുവാനും, ദൈവത്തിൽ നിന്ന് കിട്ടിയ കൃപയുടെ സദ്വാർത്ത മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും നമുക്കെല്ലാവർക്കും ഇന്നേ ദിവസം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.